മാസപ്പടി വിവാദത്തിൽ ആ മേഖലയിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് ആ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ 1.25 കോടി രൂപ സൗജന്യമായി വാങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന സേവനം വാങ്ങിയതെന്ന് പറയാൻ മുഖ്യമന്ത്രിയുടെ മകൾ ബാധ്യസ്ഥമാണോ? അടുത്ത തലിനുള്ള ക്ഷണക്കത്തുമായിട്ട് വന്നിരിക്കുക. എത്രയോ നാളായി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ ശ്രീമതി വീണ വിജയൻ. അവർ പിന്നെ വളരെ അടുത്ത സൗഹൃദമുണ്ട്. വളരെ സ്നേഹത്തോടു കൂടിയും വളരെ സഹോദര തുല്യമായിട്ടുള്ള ഒരു സൗഹൃദമാണ് വീണയായിട്ടുള്ളത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. ദിവസങ്ങൾ എന്ത് സേവനം കൊടുത്തു എന്ന് സ്വകാര്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അത്തരം അവരുടെ പ്രൊഫഷണൽ കാര്യത്തിനകത്തൊന്നും ഇടപെടാറില്ല. അവരൊരു വളരെ മാന്യമായി തൊഴിൽ ചെയ്യുന്ന നല്ല കാലിബർ ഉള്ള നല്ല മികച്ച ഒരു വ്യക്തി. എന്തൊക്കെ ആരോപണങ്ങൾ ഇതുപോലെ ഉന്നയിച്ചു. കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു വലിയ ഇത് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് വലിയ വീട് ഉണ്ട് എന്ന് പറഞ്ഞു, ഏതോ ഒരു കോടീശ്വരന്റെ വീട് കാണിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ ഓരോരോ കൊട്ടാരങ്ങൾ ഉന്നയിക്കും. ഇതെല്ലാം തകർന്ന് വീഴും. ഓരോന്നിനും മറുപടി പറയാൻ അതിനെ സമയം കാണും. ഇതങ്ങനെയല്ല, ഇത് ആരോപണമല്ല. ഇതിപ്പം യുവജന കമ്മീഷൻ പറയുമ്പോൾ ഒരു ക്വാസി ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ച് കണ്ടെത്തൽ ഉത്തരവിലെ കാര്യങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ നയാ പൈസയുടെ സേവനം നൽകാതെ 1.25 കോടി വാങ്ങി 1.25 കോടി നൽകിയത് ഒരു പ്രമുഖ വ്യക്തിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ഉത്തരവ് എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. ഈ ഉത്തരവ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഇറക്കിയ ഉത്തരവാണ്. അല്ലെ, അത് പാർട്ടി സെക്രട്ടറി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ അപ്പുറം എന്ത് സേവനമാണെന്ന് വ്യക്തമാവുന്നതിൽ ആർക്കും ഇതുവരെ ആ കമ്പനി നൽകിയിട്ടുള്ള സേവനത്തിന് അനുസൃതമായിട്ടുള്ള വേതനം അവർ കൈപ്പറ്റി. ഇല്ല, സേവനം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ തന്നെയാണ്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിട്ടില്ലല്ലോ. വന്നു, കമ്പനി ഉടമ പറയുന്നു, ശശിധരൻ കർത്താവ് പറയുന്നു, ഈ പറയുന്ന ഒരു സേവനം നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അത് സംബന്ധിച്ച് ഗോന്തമാഷ് പറഞ്ഞ വിശദീകരണത്തിന് അപ്പുറം ഒരു വാക്ക് എനിക്ക് പറയാനില്ല.